നമസ്കാരം, വെൽക്കം ടു ഫ്രാഡോ SSC അക്കാഡമി. ടൈം ആൻഡ് വർക്ക് എന്നൊരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ 3ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം, 11ാമത്തെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായത് ആൾജിബ്രിക് മെത്തേഡിൽ മാത്രമായിരുന്നു. ആക്ച്വലി 2 മെത്തേഡ്, ആൾജിബ്രിക്കും അതിൻ്റെ കൂടെ എഫിഷ്യൻസി മെത്തേഡും പറയാൻ വേണ്ടിയാണ് നിന്നിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്ന് വിട്ടുപോയി. ആൾജിബ്രിക് മെത്തേഡ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായത്. സോ ആദ്യം ഇത് എഫിഷ്യൻസി മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 3 പേര് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ചെയ്തതാണ് ഓൾറെഡി, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എഫിഷ്യൻസി മെത്തേഡ് നമുക്ക് അതുകൊണ്ട് ABCയുടെ നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫിഷ്യൻസി കണ്ടെത്താം. എത്രയാണ്? 10, 12, 15. LCM എടുത്തു കഴിഞ്ഞാൽ 60 എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എഫിഷ്യൻസി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നു 60. എഫിഷ്യൻസി തരട്ടും 6, 5, 4 ഇങ്ങനെ 3 എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി തരട്ടും 5, 4, 9, 15. ഓക്കെ, 15 ടോട്ടൽ എഫിഷ്യൻസി കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് ടോട്ടൽ വർക്ക്, അതായത് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ടോട്ടൽ വർക്ക് എത്രയാണ്? 60 ആണ് അല്ലെ? ടോട്ടൽ വർക്ക് ക്വസ്റ്റ്യൻ പ്രകാരം 60 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 3 പേരും ഫുൾ ഡേ ചെയ്യുന്നില്ല. ഫുൾ ഡേ കംപ്ലീഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 5 ദിവസം മുന്നേ ആര് പോയി? എ പോയി. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 6 ആണ്. ആ 6 എഫിഷ്യൻസിയുള്ള എ ആ 5 ദിവസം കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ, എ 5 ദിവസം കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ ടോട്ടൽ എത്ര വർക്ക് ചെയ്യുമായിരുന്നു? 30 അഡീഷണൽ വർക്ക് ചെയ്ത്. എങ്ങനെ കിട്ടിയത്? 5 ദിവസം ഇൻറ്റു എഫിഷ്യൻസി 6, 5 × 6 30 കിട്ടി. അപ്പോൾ ടോട്ടൽ ആ 30 അഡീഷണൽ വർക്ക് കൂടി ആര് ചെയ്യുമായിരുന്നു? എ ഫുൾ ഡേ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. അതുപോലെ ബി എത്ര ദിവസം കഴിഞ്ഞിട്ട് പോയി? എ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ബി പോയി. അതായത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുന്നേ ആര് പോയി? ബി പോയി. അതായത് 3 ദിവസം ബി ഉണ്ടായിരുന്നില്ല. അവസാനത്തെ 3 ദിവസം ബി ഉണ്ടായിരുന്നില്ല. ബി കൂടി ആ 3 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ടോട്ടൽ എത്ര വർക്ക് ആവുമായിരുന്നു? അഡീഷണൽ വർക്ക് ആവുമായിരുന്നു. 3 ദിവസമാണ് ബി ഉള്ളത്. എഫിഷ്യൻസി 5, 3 × 5 15 അഡീഷണൽ വർക്ക് വരുമായിരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വർക്ക് വരുമായിരുന്നു? അവരെല്ലാവരും ഫുൾ ഡേ ഉണ്ടായിരുന്നെങ്കിൽ 60, 30, 105 വർക്ക് വരുമായിരുന്നു അല്ലേ? 105 വർക്ക് വരുമായിരുന്നു. ഈ 105 വർക്കിനെ നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി, കമ്പൈൻഡ് എഫിഷ്യൻസിയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഈ 105 വർക്കിനെ നമ്മുടെ കമ്പൈൻഡ് എഫിഷ്യൻസിയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 105/15 എത്രയാണ്? 7 ആണ്. 105/15 7 ആണ്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ആൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താണ് ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. എ can cultivate 2/5 of the land in 6 days and B can cultivate 1/3 of the same land in 10 days. Working together, A and B can cultivate 4/5 of land in. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞ ഇത്തരം ക്വസ്റ്റ്യനിൽ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഫുൾ ഡേ അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഓരോന്നും എത്ര ദിവസമാണ് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട് അല്ലേ? 2/5 ഭാഗം 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 6 × നമ്മൾ 2/5ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. അപ്പോൾ 6 × 5/2 ചെയ്താൽ അത്ര കിട്ടുക? 30, 15 കിട്ടും. അതായത് എ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ദിവസം എടുക്കും. അതുപോലെ ബി കണ്ടുപിടിക്കാം. 1/3 ചെയ്യാൻ 10 ദിവസം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചെയ്യാൻ? ഇതിൻ്റെ റെസിപ്രോക്കലായി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30. ബി 30 ആണ്. ഓക്കെ, ബി 30 ആണ്. അപ്പോൾ നമുക്ക് എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര കിട്ടി? 15 കിട്ടി. എയുടെ നമ്പർ ഓഫ് ഡേയ്സ് 15 കിട്ടി. ബിയുടെ നമ്പർ ഓഫ് ഡേയ്സ് 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ 30 എടുക്കാം അല്ലേ? 2 എഫിഷ്യൻസി 2, 3. എയുടെ എഫിഷ്യൻസി 2ഉം ബിയുടെ എഫിഷ്യൻസി 1 എന്ന് കിട്ടും. അപ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? 3 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 30. ക്വസ്റ്റ്യൻ എന്താണ്? വർക്കിംഗ് ടുഗദർ എ ആൻഡ് ബി ക്യാൻ കൾട്ടിവേറ്റ് 4/5 ഓഫ് ദ ലാൻഡ്. നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്യേണ്ട. എത്രയാണ്? 4/5 ഓഫ് ദി വർക്ക് ചെയ്താൽ, അതായത് 30ൻ്റെ 4/5 ഭാഗം. 4/5 ഭാഗം എത്രയാണ്? 6 × 4 24 വർക്ക്. ഈ 24 വർക്ക് ഈ എയും ബിയും കൂടെ ഒരുമിച്ച്, അതായത് ഈ 3 എഫിഷ്യൻസിയിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്? 24/3 8 കിട്ടും ആൻസർ. 8 കിട്ടും. 8 ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ ആ വർക്ക് കാണാം. 4/5 ഓഫ് ദ ലാൻഡ്, അതായത് ടോട്ടൽ വർക്കിൻ്റെ 4/5 മാത്രമേ ചെയ്യേണ്ടൂ. അതുകൊണ്ടാണ് 30 × 4/5 ചെയ്ത് 24 നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് എടുത്തത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ഡയറക്റ്റായി 2/5
ഓഫ് ദി വർക്ക് 6 days ആണെങ്കിൽ ടോട്ടൽ വർക്ക് 6 × 5/2 30 15 എന്ന് ഡയറക്റ്റ് കിട്ടും. അതുപോലെ ഈ 30 നമുക്ക് ഡയറക്റ്റ് കിട്ടും. 30ഉം 15ഉം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും LCM 30 ആണെന്നും എഫിഷ്യൻസി 2ഉം 1ഉം ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. എഫിഷ്യൻസി 2 1 എന്ന് എഴുതാം. അങ്ങനെയാണ് കമ്പൈൻഡ് എഫിഷ്യൻസി 3 നമുക്ക് എഴുതാൻ പറ്റും. അല്ല, ഈ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ 30 ടോട്ടൽ വർക്കെങ്കിൽ 4/5 വർക്ക് 24 നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 24/3 8 നമുക്കൊരു 10-20 സെക്കൻഡ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതൊന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു സാധനം ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. A does 7/10 part of the work in 15 days. After he completes the remaining work in 4 days with the help of B. In how many days will A and B together can do the work? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 7/10 ഭാഗം 15 ദിവസം കൊണ്ട് ചെയ്തു. നമുക്ക് ആക്ച്വലി 15 ദിവസത്തിൻ്റെ അല്ല 15 എന്ന വാല്യൂൻ്റെ ആവശ്യമില്ല. 7/10 ഭാഗം 15 കൊണ്ട് ചെയ്തു. ഓക്കെ, ബാക്കി എത്ര വർക്കാണ് ഉള്ളത്? 3/10 വർക്കാണ് റിമൈൻഡിങ് അല്ലേ. 10ൽ 7 ഭാഗം ചെയ്തു. നമുക്ക് ബാക്കി എത്രയുള്ളത്? 3/10 ആണ്. ആ 3/10 എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്തു? 4 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റൻ എന്താണ്? എയും ബിയും കൂടി ഒരുമിച്ച് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എത്രയുണ്ട്? 4 × 10/3 ചെയ്താൽ മതി അല്ലേ. 4 × 10/3 14/3 വരും. 40/3 അല്ലെ, 40/3. 40/3 എന്ന് പറഞ്ഞാൽ 3 13 39 ബാക്കി 1/3 13 1/3 എന്ന് കിട്ടും. 13 1/3 ആണ് നമ്മുടെ ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അത് 7/10 പാർട്ട് ഓഫ് വർക്ക് 15 ദിവസമാണ്. 15 ദിവസം നമുക്ക് വാല്യൂ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. 7/10 ഭാഗമാണ് എ ഒറ്റയ്ക്ക് ചെയ്തത്. ബാക്കി എത്രയാണുള്ളത്? 3/10 ഭാഗമാണ്. 3/10 ഭാഗം എയും ബിയും കൂടി 4 ദിവസം കൊണ്ട് തീർത്തു. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ഡയറക്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 40/3 13 1/3 കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 28 men complete 7/8 of piece of work in a week, then number of men must engaged. ഇതൊരു ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. ആക്ച്വലി വലിയ കാര്യമായിട്ടൊന്നുമില്ല. ബട്ട് ആ ഇക്വേഷൻ നമ്മൾ ടൈപ്പ് 2 ആയിട്ട് പറഞ്ഞിട്ട് തിരിച്ച് ഈ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, കോൺട്രാക്ട് ഇതും സെയിം ടൈപ്പാണ്. നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു വരാം. ചെറിയൊരു ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ടൈപ്പ് 2 എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. A does half as much as work as B in 3/4 of the time. If together they take 18 days 18 ദിവസം to complete the work, how much time shall B take to do it alone? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഡേയ്സും തന്നിട്ടില്ല അല്ലേ. എൻ്റെയും ബിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഡേയ്സും തന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? A does half as much as work B in 3/4 of the time, which means ഇവിടെ നമുക്ക് എഫിഷ്യൻസി ഡയറക്റ്റ് കണ്ടെത്താൻ പറ്റും. അതായത് ഞാൻ സപ്പോസ് എടുക്കുകയാണ്, എ ബി രണ്ടാൾക്കാരല്ലേ. എ 1 മണിക്കൂർ കൊണ്ട് 3 ഫർണിച്ചർ ഉണ്ടാക്കുന്നു വിചാരിക്കാം, അല്ലെ 3 വർക്ക് ചെയ്യുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബി എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഡസ് ഹാഫ് as much as work ബി. അതായത് ബി ചെയ്യുന്നതിൻ്റെ ഹാഫ് വർക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി 6 വർക്ക് ചെയ്യും അല്ല, 6 വർക്ക് ചെയ്യും. പക്ഷേ ഇത് എ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണിത്. പക്ഷേ അത് ബി എത്ര മണിക്കൂറാണ് ചെയ്യുന്നത്? 3/4 of the time അല്ല, 3/4 മണിക്കൂർ കൊണ്ടാണ് ഇത് 6 വർക്ക്. 3/4 മണിക്കൂർ 3/4 of the time ആണ് ആര്? ബി എത്ര? 6 വർക്ക് ചെയ്യുന്നത്. എ 1 മണിക്കൂർ കൊണ്ട് 3 ചെയ്യുന്നു, ബി 3/4 മണിക്കൂർ കൊണ്ട് 6 ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി 1 മണിക്കൂർ കൊണ്ട് എത്ര ചെയ്യും? 3/4 മണിക്കൂർ കൊണ്ട് 6 ആണെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ട് 2 ആയിരിക്കും അല്ലേ. 6/3 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര? 8 ആയിരിക്കും അല്ലേ. 1 മണിക്കൂർ കൊണ്ട് 8 ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? എ 1 മണിക്കൂർ കൊണ്ട് 3 ചെയ്യുന്നു, 3 വർക്ക് ചെയ്യുന്നു. അതുപോലെ ബി 1 മണിക്കൂർ കൊണ്ട് 8 വർക്ക് ചെയ്യുന്നു. വിച്ച് മീൻസ് ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടെ എഫിഷ്യൻസി 8 ആണ്. ഇതാണ് ഇതിൻ്റെ ടിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എയുടെ എഫിഷ്യൻസി 3 ആണെന്നും ബിൻ്റെ എഫിഷ്യൻസി 8 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ടുഗദർ ദേ ടേക്ക് 18 days ടു കംപ്ലീറ്റ് ദ വർക്ക്. 18 ദിവസമാണ് അവർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? 11 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി അല്ല. 8 3 11 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി. 18 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, എന്നാൽ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 18 × 11 എടുക്കാം. 18 × 11 എടുക്കാം. സോ ടോട്ടൽ വർക്ക് എത്ര? 18 × 11 എടുക്കാം. ടോട്ടൽ വർക്ക് 18 × 11 ആണ് ടോട്ടൽ വർക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ടൈം ഷാൽ ബി
എത്ര ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര സമയം കൊണ്ട് തീരാം? ബിയുടെ ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസി എത്രയാണ്? 8 അല്ലേ? 8 ബിയുടെ എഫിഷ്യൻസി. സോ നമുക്ക് എന്ത് ചെയ്യാം? 4 9 99/4 എന്ന് എഴുതാം. 99/4 എത്ര? 24 96 3/4 24 3/4. ഇതാണ് നമ്മുടെ ഇത്ര ഡേയ്സ് ആണ് ആരെടുക്കുന്നത്? ബി ഒറ്റയ്ക്കാണെങ്കിൽ അവർക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ട്വിസ്റ്റ് എന്താണ്? ഈ ഒരു സെൻറ്റൻസിലാണ് നമുക്ക് എ ഡി ബിയുടെ എഫിഷ്യൻസി കാണുക എന്നത് മാത്രമാണ് ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഓർത്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എ കമ്പനി എംപ്ലോയ്ഡ്, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാൻ ഡു എ സെർട്ടൻ ജോബ് ഇൻ 12 days. എക്ക് 12 ദിവസം കൊണ്ട് ചെയ്യാം. ബി 60% മോർ എഫിഷ്യൻറ്റ് ദാൻ എ, ദെൻ ബി ക്യാൻ ഡു ദ സെയിം പീസ് ഓഫ് വർക്ക്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സപ്പോസ് എയുടെ എഫിഷ്യൻസി 1 ആണെന്ന് ഞാൻ എടുക്കുകയാണ്. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണെന്ന് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 60% കൂടുതലാണെന്ന് പറഞ്ഞു. 60% എയുടെ എഫിഷ്യൻസി 100 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 160 ആയിരിക്കും. എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1.6 ആയിരിക്കും. 1.6 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? എക്ക് 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര? 12 × 1 ആയിരിക്കും ടോട്ടൽ വർക്ക്. അത് ബിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്? 12 / 1.6 ചെയ്താൽ 12 / 1.6 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. എത്ര കിട്ടുക? 12 / 1.6 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് മാറ്റാം. 120/16 ചെയ്യാം. 120/16 ചെയ്യുമ്പോൾ 30/4 എന്ന് കിട്ടും. 15/2 7.5 എന്ന് കിട്ടും. 15/2 അല്ലെങ്കിൽ 7.5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. എന്താ ചെയ്തത്? എയുടെ എഫിഷ്യൻസി 1 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1.6 ആയിരിക്കും. കാരണം എന്താ? എയുടെ എഫിഷ്യൻസിയേക്കാൾ 60% കൂടുതലാണ് ബിയുടെ എഫിഷ്യൻസി. വിച്ച് മീൻസ് എയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എത്ര കൂടുതലാണ്? 0.6 കൂടുതലാണ് അല്ലേ? 1ന്റെ 60% 0.6 ആണ്. അപ്പോൾ 6 അത്രയും കൂടുതലാണ് ബിയുടെ എഫിഷ്യൻസി. അപ്പോൾ 1.6 ആയിരിക്കും ടോട്ടൽ എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത്. എ എഫിഷ്യൻസി 1 കിട്ടി, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 12 കിട്ടി. അങ്ങനെയാണ് ടോട്ടൽ വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അതാണ് ഞാൻ ടോട്ടൽ വർക്ക് 12 എടുത്തത്. 12 ഡിവൈഡ് ബൈ എനിക്ക് എന്ത് ചെയ്യണം? ഇനി ബി ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ബിയുടെ എഫിഷ്യൻസി 1.6. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. 12 ഡിവൈഡ് ബൈ 1.6. ഞാൻ ഇങ്ങനെ 30/4 എടുത്തത് 0.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെ 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ 120/16 ആക്കാം. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എനിക്ക് 15/2 എന്ന ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തും. ഓക്കെ, ഇതൊരു 10 സെക്കൻഡിലെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആകെ എഫിഷ്യൻസി കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് തരുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ എ ഡി ബിയും നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ട് എഫിഷ്യൻസി കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി കണ്ടെത്തിയിട്ട് പിന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടോട്ടൽ വർക്ക്, എഫിഷ്യൻസി, നമ്പർ ഓഫ് ഡേയ്സ്, ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിലാണ് കമ്പാരിറ്റീവ്ലി പോകുന്നത്. കാരണം ഈ സ്പീഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനേക്കാൾ സ്പീഡിലാണ് നമ്മൾ ഓരോ പ്രോബ്ലവും ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ് വരുന്ന സമയം ചിലപ്പോൾ 1-2 മിനിറ്റ് എടുക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ആ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നല്ല രീതിയായിരിക്കും. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ടൈം എടുക്കാതെ ഒരു 10-20 സെക്കൻഡിൽ ഇത്തരം പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിഷ്യൻസി ബേസ് ആയിട്ടാണ്. എഫിഷ്യൻസി ബേസ് ഡയറക്റ്റ് ആയിട്ട് എഫിഷ്യൻസി തന്നിട്ടില്ല. എയുടെ 20% ലെസ് ദാൻ ബി. ബിയുടെ എഫിഷ്യൻസി ഞാൻ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ തന്നിട്ടുള്ളത് ബീനെ കമ്പയർ ചെയ്തിട്ട് തന്നിട്ടില്ല അല്ലേ? ആരെയാണോ കമ്പയർ ചെയ്തിട്ട് തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് എടുക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയുടെ എഫിഷ്യൻസി ഞാൻ 1 എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 20% കുറവാണ്. ബിയുടെ എഫിഷ്യൻസി 20% കുറവാണ്. 1ന്റെ 20% 0.2 ആണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 20% 0.2 കുറവാണ്. സോ 0.8 ആയിരിക്കും ആരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്? ബിയുടെ എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 7.5 hours. 7.5 അവറിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? 7.5 ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു എഫിഷ്യൻസി. ഇതാണ് നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയും. ദെൻ ബി ക്യാൻ ഡു ഇറ്റ് അല്ലേ? ബിക്ക് എത്ര കൊണ്ട് ചെയ്യും? ഇതാണ് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ബിയുടെ എഫിഷ്യൻസി 1. എത്ര കിട്ടുക? 7.5 × 0.8. 75 × 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 75 × 2 എത്രയാണ്? 150. 150 × 4 600 കിട്ടും അല്ലേ? 600 2 പോയിന്റ് മാറി കഴിഞ്ഞാൽ 6 കിട്ടും. 6 hours ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 7.5 × 0.8 കഴിഞ്ഞാൽ 6 hours കിട്ടും.
6 അവേഴ്സാണ് നമ്മുടെ ആൻസർ കേട്ടോ. എക്ക് 7.5 അവേഴ്സിൽ ചെയ്യുന്ന കാര്യം ബി 6 അവേഴ്സ് കൊണ്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ആ എഫിഷ്യൻസി കാണുക മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ. നമ്മൾ ആ ചെയ്യുന്നത് നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് ആയിരിക്കും. അവേഴ്സും എഫിഷ്യൻസിയും ടോട്ടൽ വർക്കും തമ്മിൽ റിലേഷൻ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. എഫിഷ്യൻസി കാണാനാണ് 1-2 മെത്തേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, ബാക്കിയൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് 2 എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പാണ്. നമ്മൾ എഫിഷ്യൻസി എന്നൊരു ടേം ഡയറക്റ്റായിട്ട് ആവശ്യമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ സിമ്പിളായിട്ട് ടോട്ടൽ വർക്കിൻ്റെ കേസ്, ടോട്ടൽ വർക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവുന്നു, അല്ലെങ്കിൽ ടോട്ടൽ വർക്കിൻ്റെ കാര്യം നമ്മൾ ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇക്വേഷനായിട്ട് പഠിക്കില്ല, പക്ഷെ എന്നാൽ നമുക്ക് ഒരു ചെറിയ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം, അതിൽ നമുക്ക് എൻ്റെ അവസാനം ഇക്വേഷൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ PSCയിലേക്ക് റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 10 ആൾക്കാർ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ 20 ആൾക്കാർ ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ജോലി സെയിം ആണ്, വർക്ക് സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാം, എന്താ ടോട്ടൽ വർക്ക് എത്രയാണ്? 10 × 10 100 ടോട്ടൽ വർക്ക്. അത് 20 ആൾക്കാർ, അപ്പോൾ 100/20 5 ദിവസം കൊണ്ട് ചെയ്യുന്നു. നമുക്ക് നേരത്തെ ചെയ്തു പോലെ, നമ്മൾ നേരത്തെ ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എഫിഷ്യൻസി മെത്തേഡ് എഫിഷ്യൻസി 1 ആയി കൺസിഡർ ചെയ്തിട്ട് ആ ടോട്ടൽ വർക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ തന്നില്ല നമ്പർ ഓഫ് ഡേയ്സും നമ്പർ ഓഫ് വർക്കേഴ്സും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മെൻ, അല്ലേ? ഇതാണ് 2 വേരിയബിളായിട്ട് തന്നിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5 ആൾക്കാർ 2 ദിവസം, ഒരു ദിവസം 5 മണിക്കൂർ പണിയെടുത്തു. അങ്ങനെ 2 ദിവസം വർക്ക് ചെയ്തു. ഓക്കെ, ഇതേ പണി ഒരു 3 ആൾക്കാർ ഒരു ദിവസം 4 മണിക്കൂർ പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ആവും? ഇതാണ് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ എക്സ്ട്രാ വന്നത്? അവേഴ്സ്, അല്ല, ഒരു ദിവസം പണിയെടുക്കുന്ന അവേഴ്സും കൂടെ എക്സ്ട്രാ വന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഡേയ്സും നമ്പർ ഓഫ് വർക്കേഴ്സും മാത്രമല്ല വന്നു. രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, നമ്പർ ഓഫ് ഡേയ്സ്, അവേഴ്സ് പെർ ഡേ അതും കൂടെ വന്നു. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 10 ആൾക്കാർ ഒരു ദിവസം 5 മണിക്കൂർ വെച്ചിട്ട് 4 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 8 ആൾക്കാർ ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് ചെയ്തിട്ട് ആ വർക്കിൻ്റെ പകുതി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ പകുതി ചെയ്യാൻ എത്ര ദിവസം വേണം? ഈ രീതിയിൽ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഒരു ടേം കൂടെ എക്സ്ട്രാ വരും. ഏതാ ടേം? വർക്കിൻ്റെ എമൗണ്ട്. അപ്പോൾ ആദ്യം ഒരു ദിവസം ഒരു ടീം ഒരു ഫുൾ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ മറ്റേ ടീമിൻ്റെ ആ വർക്കിൻ്റെ പകുതി ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു. ഈ രീതിയിൽ വർക്കിൻ്റെ ഒരു ഭാഗം ചെയ്യാൻ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അവിടെ നമ്മൾ ചെയ്യുന്നത് സെയിം പരിപാടി, ടോട്ടൽ വർക്കിന് ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇതിനിട്ട് ഈ വേരിയബിൾസിനൊക്കെ എന്തൊക്കെയാണ് വേരിയബിൾ? നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് വർക്കേഴ്സ്, നമ്പർ ഓഫ് അവേഴ്സ് പെർ ഡേ, അതുപോലെ വർക്കിൻ്റെ എമൗണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനിലേക്ക് മാറ്റാം, സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, എന്താ ഇക്വേഷൻ നോക്കാം. നമ്പർ ഓഫ് ആൾക്കാർ ഞാൻ M എന്ന് എടുത്തു കേട്ടോ, M എന്ന ലെറ്റർ ഉണ്ട്. നമ്പർ ഓഫ് ഡേയ്സിന് D എന്ന് എടുത്തു, അവേഴ്സ് H എന്ന് എടുത്തു, വർക്ക് W എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 കേസാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇക്വേഷൻ M1 D1 H1 ഡിവൈഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 ഡിവൈഡ് ബൈ W2. ഈ ഒരൊറ്റ ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ 4 ടൈപ്പും പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. M1 D1 H1 ഡിവൈഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡ് ബൈ W2. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ വർക്കിന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ആക്ച്വലി ടോട്ടൽ വർക്കിന് ഇക്വേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കേസ് പ്രോബ്ലം ഉണ്ട്. എല്ലാ കേസിലും എന്ത് തരണമെന്നില്ല, ഈ എല്ലാ വേരിയബിൾസും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഈ ബേസിക് ഇക്വേഷൻ, ഫുൾ ടേമുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഏതൊക്കെ ടേംസ് ആണോ തന്നിട്ടുള്ളത് അത് ആഡ് ചെയ്യുക, അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കുക. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, അപ്പോൾ M1 D1 H1 ഡിവൈഡ് ബൈ W1 ഇസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡ് ബൈ W2. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ബേസിക് ആയിട്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കുക. നമുക്കിനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ആ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം. 15 men take 20 days to complete a job working 8 hours a day. The number of hours a day
ഷുഡ് 20 men ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ് ഇൻ 12 days? എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ കേസ് നമുക്ക് തന്നിട്ടുണ്ട്, M1 തന്നിട്ടുണ്ട് 15 തന്നിട്ടുണ്ട്, D1 20 തന്നിട്ടുണ്ട്, H1 8 തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? നമുക്ക് M2 തന്നിട്ടുണ്ട്, അതുപോലെ D2 തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കുന്നത്? H2 കണ്ടുപിടിക്കും. എത്ര അവേഴ്സാണ് അവർ വർക്ക് ചെയ്യാൻ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഇവിടെ നമുക്ക് വർക്കിൻ്റെ W1 W2 എന്ന ടേം ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ആ 3 ടേം W1 W2ൻ്റെ ആവശ്യമില്ല, ബാക്കി ടേം മാത്രം M1 D1 H1 ഈക്വൽ ടു M2 D2 H2. ആ ഇക്വേഷൻ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ആ വാല്യൂ മാത്രം എഴുതാം അല്ലേ. 15 × 20 × 8 ഇസ് ഈക്വൽ ടു ഇതിലാണ് 20 × 12 × H2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 20 20 ക്യാൻസലായി, 12 നമുക്ക് ഇവിടെ 2 പോയി അല്ലേ, 4 2 വെച്ച് ക്യാൻസൽ ചെയ്ത് 3 നമുക്ക് 15 ക്യാൻസലാക്കി, ബാക്കി ഇതിനും 5 വരും. സോ 5 × 10 അല്ലെ, 5 × 2 10 കിട്ടും. സോ H2 ഈക്വൽ ടു 10 എന്ന് കിട്ടും. H2 ഈക്വൽ ടു 10 എന്ന് കിട്ടും. H2 എത്രയാണ്? 10 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എഴുതി ചെയ്യണമെന്നില്ല, നമുക്ക് ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ 20 20 അപ്പുറം ഇപ്പുറമാണെന്ന് മനസ്സിലാക്കി ഇവിടെ ഡയറക്റ്റ് കട്ട് ചെയ്യാം. അതുപോലെ 12 വിട്ട് നമുക്ക് ഇവിടെ 2 3 എന്ന് എഴുതാം, ബാക്കി 5 കട്ട് ചെയ്യാം, 10 എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കി വേണമെങ്കിൽ, ഇത്ര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമുക്ക് 10 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടയർ 1 എക്സാമിനുകൾക്ക് ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്ത് തീർക്കാം. ആ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളത്. M1 D1 H1 ഈക്വൽ ടു M2 D2 H2. ആ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ടേംസ് ഒക്കെ പറക്കി എഴുതി കട്ട് ചെയ്തു. ശരിക്കും ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് തന്നെ കട്ട് ചെയ്ത് പോവാം അല്ലേ. എന്നാൽ മാത്രം കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. How many men need to employ to complete job in 5 days? If 15 men can complete 1/3 of the job in 7 days. ഇവിടെയും ഭയങ്കര സിമ്പിളാണ്, കാരണം നമ്പർ ഓഫ് അവേഴ്സ് തന്നിട്ടില്ല അല്ലേ. ആ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര കണ്ടിട്ട് M1 ആണ്, ഹൗ മെനി മെൻ M1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുള്ളത്? D1 തന്നിട്ടുണ്ട് അല്ലേ, M2 തന്നിട്ടുണ്ട്, D2 തന്നിട്ടുണ്ട്, 1/3 W2 തന്നിട്ടുണ്ട്. W1 അപ്പം എന്ന് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. W1 1 ആയിട്ട് എടുക്കുക, W2 1/3 എടുക്കും. അപ്പം എന്ത് കിട്ടും? നമ്മൾ ആൻസർ M1 × 5 ഡിവൈഡ് ബൈ 1. W1 1 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ M2 എത്രയാണ്? 15 men ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 7 ഡിവൈഡ് ബൈ 1/3 ഓഫ് ദ വർക്ക്. 1/3. ഈ 3 നമുക്ക് എന്ത് ചെയ്യാം? ഈ 3നെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? ഇവിടെ ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ ക്യാൻസൽ ചെയ്യുക. 5 3. M1 എത്രയാണ്? 63 എന്ന് വരും. ഓക്കെ, 63 എന്ന് വരും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്യാൻ വിട്ടൊരു ക്വസ്റ്റ്യൻ, ടൈപ്പ് 1 എന്ന രീതിയിൽ നമ്മൾ അവർ ആഡ് അപ്പ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ അല്ലേ. അത് നമുക്ക് ചെയ്യാം. ഇഫ് 28 men can complete 7/8 ഓഫ് എ പീസ് ഓഫ് വർക്ക് ഇൻ എ വീക്ക്. ഒരാഴ്ച കൊണ്ട് 7/8 ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ദ നമ്പർ ഓഫ് മെൻ ഹു മസ്റ്റ് എൻഗേജ്ഡ് ടു ഗെറ്റ് ദ റിമൈനിങ് വർക്ക് കംപ്ലീറ്റഡ് ഇൻ അനദർ വീക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാം. അതിനാണ് ആദ്യത്തെ കേസിൽ 28 ആൾക്കാർ ഒരു വീക്ക് കൊണ്ട് 7 ദിവസം കൊണ്ട്, ശരിക്കും 7 ആവശ്യമില്ല കാരണം അപ്പുറം സെയിം ഡേയ്സ് ആണ്, 7 ക്യാൻസൽ ആയി പോകും. ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ 7 എഴുതും. എത്ര വർക്കാണ്? 7/8 ഓഫ് ദ വർക്കാണ് ചെയ്യുന്നത്. അത് എത്ര ചെയ്യണം? എത്രയോ ആൾക്കാർ എത്ര ദിവസം കൊണ്ട്? 7 ദിവസം കൊണ്ട് ചെയ്യുന്നു. എത്ര വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ബാക്കി 1/8 അല്ലേ. 7/8 ഉണ്ട്. റിമൈനിങ് വർക്കാണ് ചോദിച്ചത്. ബാക്കി 1/8 വർക്കാണുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ 7 ഇവിടെ തന്നെ ക്യാൻസലായി. ഈ 8 ഇവിടെ ക്യാൻസലാവും. 7 എന്ത് വരും? 4 വന്നു. M = 4 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് 4 ആൾക്കാരെ കൊണ്ട് ആ ഒരു 1/8 ഓഫ് ദ പാർട്ട് ഓഫ് വർക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു കോൺട്രാക്ടർ 90 ദിവസത്തേക്കാണ് വർക്ക് ഏറ്റെടുത്തത്. 60 ആൾക്കാരെ എന്ത് ചെയ്തു? എംപ്ലോയ് ചെയ്തു, വർക്കിന് വേണ്ടി ചെയ്തിട്ടു.
60 ദിവസം കഴിയുമ്പോൾ തന്നെ 3/4 വർക്ക് 3/4 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എത്ര ആവശ്യമില്ല, 90 ദിവസം ശരിക്ക് ഇതേപോലെ വർക്ക് ചെയ്യുന്നില്ല. ഈ 60 പേരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ 90 ദിവസം ആവശ്യമില്ല. പക്ഷേങ്കിൽ പുള്ളി എന്ത് ചെയ്തു, 90 ദിവസം കൊണ്ട് മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 60 ആൾക്കാരിൽ നിന്ന് കുറച്ച് പേരെ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. കാരണം അത്രയും ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ പണി തീരും. നമുക്ക് 90 ദിവസം കൊണ്ട് പണി തീർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മെൻ ക്യാൻ ഡിസ്ചാർജ് സോ ദാറ്റ് പ്രൊജക്ട് മേ ബി കംപ്ലീറ്റഡ് എക്സാക്ട്ലി ഓൺ ടൈം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2 ലെവലിൽ വരും, ടൈപ്പ് 2 ടൈപ്പിൽ വരുന്നതാണ്. എന്താണ് M1 D1 ആ റിലേഷൻ വെച്ച് നമുക്ക് ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യുന്നത് നോക്കാം. M1 ആദ്യത്തെ കേസ് ഞാൻ പറയാം. 60 ആൾക്കാർ എത്ര ദിവസം വർക്ക് ചെയ്തു? 60 ദിവസം വർക്ക് ചെയ്തു. എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു? 3/4 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് M1 D1 ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? M2 നമുക്കറിയില്ല. M2 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എത്ര ആൾക്കാരാണ് ഉള്ളതെന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, M2 എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ബാക്കി 90 ഡേയ്സാണ് ടോട്ടൽ ഉള്ളത്. 60 ദിവസം കഴിഞ്ഞു. ബാക്കി എത്ര ദിവസമായിരിക്കും? 30 ദിവസമായിരിക്കും ഈ രണ്ടാമത്തെ സെറ്റ് ആൾക്കാർ വർക്ക് ചെയ്യേണ്ടത്, അല്ലേ? ബാക്കി എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എത്രയാണ്? 3/4 വർക്ക് 60 ആൾക്കാർ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് 30 ദിവസം, ബാക്കി 90 ദിവസത്തിന് ബാക്കി 30 ദിവസം ഉള്ളത്. ആ 30 ദിവസം ആ 1/4 വർക്ക് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 4 ക്യാൻസലായി, അല്ല 4 ക്യാൻസലായി. ഇവിടെ 30ഉം 60ഉം ഈസി ആയിട്ട് 1 2 എന്ന രീതിയിൽ പോയി. 30 20 വന്നു. 20 40 വന്നു. M2 = 40. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ 40 ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെ ഓപ്ഷനോ 20 ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ശരിക്കും? ഹൗ മെനി മെൻ ക്യാൻ ഡിസ്ചാർജ് എന്നാണ് ചോദിച്ചാൽ, അല്ലേ? ആ കോൺട്രാക്ടർക്ക് എത്ര ആൾക്കാരെ പറഞ്ഞു വിടാം? എന്തിനു വേണ്ടി? ആ വർക്ക് കൃത്യമായി ചെയ്യാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ 40 ആൾക്കാർ മതി. എന്നാൽ 40 ആണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അല്ല, 60 ആണ് ടോട്ടൽ ആൾക്കാരുള്ളത്. 20 ആൾക്കാരെ പറഞ്ഞു വിടാം, അല്ല 20 ആൾക്കാരെ പറഞ്ഞു വിടാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20. എത്ര ആൾക്കാരെയാണ് പറഞ്ഞു വിടുന്നതാണ് ക്വസ്റ്റ്യൻ. സോ എത്ര ആൾക്കാരെ പറഞ്ഞു വിടാം? 20 ആൾക്കാരെ പറഞ്ഞു വിടാം. അങ്ങനെയാണെങ്കിൽ 90 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റിലേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കണം. അവസാനത്തെ ക്വസ്റ്റ്യനിൽ എത്ര ആൾക്കാരെയാണ് പറഞ്ഞു വിടേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ വെച്ച് കിട്ടുന്നത് എത്ര ആൾക്കാരാണ് ആ പണിക്ക് വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ 60 ആൾക്കാരിൽ ഈ പണിക്ക് ആൾക്കാർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജ് പറഞ്ഞു വിടേണ്ട ആൾക്കാരുടെ എണ്ണം കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്മൾ ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് 40 ഉണ്ടാവുക. നമ്മൾ തെറ്റാൻ പാടില്ല. ഫുൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ചെയ്തതാണ്. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ആയിട്ട് കാര്യം എന്താണ്? 200 വർക്കേഴ്സ് ഉണ്ട്. 200 വർക്കേഴ്സ് ഉണ്ട്. എന്ത് ചെയ്തു? ഒരു വർക്ക് 150 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, 50 ദിവസം കഴിഞ്ഞപ്പോൾ 1/4 ഓഫ് ദ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്ക് 150 ദിവസം കൊണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാരെ കൂടി അഡീഷണൽ ആയിട്ട് വേണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ഈ റിലേഷൻ M1 D1 / W1 = M2 D2 / W2. M1 എത്രയാണ്? 200 വർക്കേഴ്സാണ് ഒന്നാമത്തെ കേസുള്ളത്. / എത്ര ദിവസം വർക്ക് ചെയ്ത്? 150 ടോട്ടൽ ഡേയ്സ് ആണ്. നമുക്ക് ആദ്യത്തെ കേസ് എത്ര ദിവസം വർക്ക് ചെയ്ത്? 50 ദിവസമാണ് 200 ആളെ വെച്ച് വർക്ക് ചെയ്തത്, അല്ലേ? എത്ര വർക്കാണ് ചെയ്ത്? ഇപ്പം 1/4 വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് എത്ര ആൾക്കാർ അഡീഷണൽ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ എത്ര ആൾക്കാർ വർക്ക് ചെയ്യണം? M2 വർക്ക് ചെയ്യണം. എത്ര ദിവസമാണുള്ളത്? 150 ദിവസം ടോട്ടൽ. 50 ദിവസം വർക്ക് ചെയ്ത് ബാക്കി 100 ദിവസമുണ്ട്, അല്ലെ? 100 ദിവസമുണ്ട്. എത്ര വർക്ക് ബാക്കിയുണ്ട്? 1/4 കഴിഞ്ഞു, ബാക്കി 3/4 വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ 3 4 ക്യാൻസലായി. 100ൽ 200 2 മാത്രമേ ഉള്ളൂ ഇപ്പം, അല്ലേ? അപ്പോൾ എത്ര? M2 എന്ന് പറയുന്നത് എത്രയാണ്? 100 300 നമ്മുടെ M2 കിട്ടുക. M2 എത്ര കിട്ടും? 300 കിട്ടും. M2 300 കിട്ടും. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ M2 എത്രയാണെന്നാണോ? എത്ര ആൾക്കാർ പണിയെടുക്കണം? നല്ല ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? അഡീഷണൽ നമ്പർ വർക്കേഴ്സ് ടു എംപ്ലോയ്ഡ്. ഇപ്പോൾ ഓൾറെഡി എത്ര പേരുണ്ട്? 200 പേരുണ്ട്. അഡീഷണൽ ആയിട്ട് എത്ര പേരെ കൂടെ ചേർത്താൽ മാത്രമേ ഇതുപോലെ ഈ കറക്റ്റ് സമയത്ത് തീരൂ? 100 ആൾക്കാരെ കൂടെ അഡീഷണൽ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 100 ആണ് നമ്മുടെ ആൻസർ. 100 ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? അഡീഷണൽ വർക്കേഴ്സിനെ എത്ര എംപ്ലോയ് ചെയ്യണമെന്നാണ്. നമുക്ക് M2 കിട്ടുന്നത് എത്ര ആൾക്കാരാണ് ടോട്ടൽ ചെയ്യുന്നതെന്നാണ്. 200 ഓൾറെഡി ഉണ്ട്, 100 പേരെ അഡീഷണൽ ആയിട്ട് ചെയ്യും. ഓക്കെ, സെയിം സിറ്റുവേഷൻ അല്ല, സെയിം ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മളെ ഈ ചെയ്ത ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടതല്ല, വേറെ ടൈപ്പാണ്. എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് എ 2 days വർക്ക് ഈസ് ഈക്വൽ ടു ബി 3 days വർക്ക്. അതായത് 2A എന്ന് പറയുന്നത് എന്താണ്, 3B ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 2A വർക്ക്, 2 ദിവസം എ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 ദിവസം ബി ചെയ്യുന്ന വർക്കിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? ഇതിപ്പോൾ ഈക്വേഷൻ ഇതാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2ഉം ആയിരിക്കും. എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2. കാരണം നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സും എഫിഷ്യൻസിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, റെസിപ്രോക്കലാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ബിയുടെ 3, അതായത് ഈ ഇക്വേഷൻ 2A = 3B എന്ന് കിട്ടിക്കഴിഞ്ഞാൽ A/B എന്ന് വരും. A/B എന്ന് പറയുന്നത് റേഷ്യോ എന്ത് വരും, 3/2 എന്ന് പറയും. അതായത് എയുടെ എഫിഷ്യൻസി 3 എടുക്കാം, ബിയുടെ എഫിഷ്യൻസി 2 എടുക്കാം. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി, എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി. ഓക്കെ, എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2 കിട്ടി. എന്താ ക്വസ്റ്റ്യൻ എന്താ, ഇഫ് എ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 8 days, എക്ക് 8 ദിവസം കൊണ്ട് തീർക്കാം. അതായത് 24 ആയിരിക്കും ടോട്ടൽ വർക്ക് അല്ലേ. 8 × 3 24 ടോട്ടൽ വർക്ക് എന്ന് കിട്ടി. ഇത് എന്ത് ചെയ്യണം, ബിക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി എത്ര, 2, എത്ര 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി നമുക്ക് കിട്ടുക എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. എൻ്റെ 2 ദിവസം വർക്ക് ഈക്വൽ ടു ബിയുടെ 3 ദിവസം വർക്കാണ്. അപ്പോൾ നമുക്ക് 2A = 3B എന്ന് കിട്ടും. A/B = 3/2 എന്ന് കിട്ടും. അതായത് എയുടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 2 ആയിരിക്കും എന്ന് എടുക്കാം. സോ എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2ഉം എടുത്തു. എക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ 8 × 24 ടോട്ടൽ വർക്ക് എടുത്തു, /2 ചെയ്ത് കഴിഞ്ഞാൽ 12. ബിക്ക് 12 ദിവസം വേണം അവർക്ക് ചെയ്യാൻ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. 16 ആൾക്കാരുണ്ട്, M1 തന്നിട്ടുണ്ട്, പീസ് ഓഫ് വർക്ക് D തന്നിട്ടുണ്ട്, H1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്, D2 കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അത് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഇക്വേഷൻ ചെയ്താൽ മതി. എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If 42% consume 144 kg of wheat in 15 days, then in how many days will 30% consume 45 kg അല്ല 48 kg ആണ് കേട്ടോ. 48 kg ആണ്, ചെറിയ കറക്ഷൻ ഉണ്ട്. 48 kg ഓഫ് വീറ്റ് എന്നാണ്. 48 kg. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആക്ച്വലി നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, 42 ആൾക്കാർക്ക് 144 kg ഓഫ് വീറ്റ് 15 ദിവസം കൊണ്ട് കഴിക്കാന്നാണ്. വിച്ച് മീൻസ് ഇവിടെ നമ്മൾ കഴിക്കുക എന്നതൊരു വർക്കായിട്ടാണ് കാണിച്ചത്. കഴിക്കുക എന്നത് ഒരു വർക്കായിട്ടാണ്. അപ്പോൾ 144 കിലോഗ്രാം കഴിക്കുക എന്നതാണ് വർക്ക്. അപ്പോൾ സോ നമുക്ക് എന്താ പറയാം, ആ വർക്ക് ഒന്നാമത്തെ കേസിലെ വർക്ക് എന്ന് പറയുന്നത് 144, W1 എന്ന് പറയുന്നത് 144 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടി, M1 42 എന്ന് കിട്ടി അല്ലേ. M1 42 കിട്ടി, W1 144, D1 15 കിട്ടി, W2 നമുക്കറിയാം, M2 നമുക്കറിയാം 30 ആണെന്ന് പറയാം, W2 42. അങ്ങനെ D2 കിട്ടും. നമ്മൾ നേരത്തെ ഇക്വേഷൻ എടുത്തു. എന്തിനാണ് 42 × 15 / 144 വിൽ ബി ഈക്വൽ ടു എത്രയാണ്, 30 × D2 / 48 എന്ന ഇക്വേഷൻ കിട്ടും. 48 എന്ന് വേണ്ടി കിട്ടും. 48 144ഉം ക്യാൻസൽ എത്രയാണ്, 1 3 ടൈംസ് ആണ്. 3 ടൈംസ് ആണ്, അത് ക്യാൻസലായി. ഇവിടെ 15 1 30 2 എന്ന് വന്നു. 42/3 എന്ന് പറയുന്നത് 14 ആണ്. 14 ഞാൻ എന്ത് കട്ട് ചെയ്തു, എന്താ ആൻസർ 7 കിട്ടും. അപ്പോൾ D2 = 7 എന്ന് കിട്ടും. D2 = 7 എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്, 7 ദിവസമാണ് ആവശ്യമായ ദിവസം. ഓക്കെ, ക്ലിയർ? നമുക്കിവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് 144ഉം അതുപോലെ 48 കിലോഗ്രാം ഓഫ് വീറ്റ് എന്ന് പറയുന്നത് വർക്കാണെന്ന് കൺസിഡർ ചെയ്താൽ മതി. വർക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എക്സാം സമയത്ത് ഈ ഇക്വേഷൻ M1 D1 H1 / W ഈ ഇക്വേഷൻ ഒന്നും എഴുതില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ചില കേസിൽ ഡയറക്റ്റായിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റും. നേരത്തെ കണ്ട പോലെ ഡയറക്റ്റ് ക്യാൻസൽ ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ 15ഉം 30 നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. 15ഉം 30 നമുക്ക് ഇവിടെ തന്നെ 15 ഇവിടെ 2 എന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് എഴുതുന്ന സമയത്ത് അവിടെ 15 എഴുതണ്ട, അപ്പുറം 2 മാത്രം എഴുതിയാൽ മതി. ഈ രീതിയിൽ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ M1 D1 H1 ആ രീതിയിലൊന്നും നമ്മൾ എക്സാം സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ തരുന്ന പേപ്പറിൽ എഴുതാൻ പാടില്ല. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് അത്രയും നല്ലത്. ടൈം അത്രയും നമുക്ക് ലാഭിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
4 mat weavers can weave 4 mat in 4 days. At same rate, how many mats should be woven by 8 mat weavers in 8 days? സാധാരണ ടിപ്പിക്കലായിട്ട് നമ്മുടെ ഈ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചില കമ്പനിയിലേക്കുള്ള എക്സാമുകൾക്കൊക്കെ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. SSCയുടെ പ്രിലിംസിന് ഉണ്ടാവാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. ബാക്കി എല്ലാ എക്സാമിനും ഉണ്ടാവാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ സെയിം ഇക്വേഷൻ ആണ് അല്ലേ. എന്താ ചെയ്യേണ്ടത്? 4 മാറ്റ് വീവേഴ്സ്, അതായത് M1 4 എടുത്തു, 4 മാറ്റ് ഉണ്ടാക്കുകയാണ്. അതായത് മാറ്റ് ഉണ്ടാക്കുക എന്നൊരു വർക്കാണെന്ന് എടുക്കുക. അത്രയാണെങ്കിൽ 4 മാറ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് വർക്ക് W1 ആണ് 4 എന്ന് എടുക്കുന്നത്. 4 ഡേയ്സ് ആണ്. സോ D1 4, ഇവിടെ 4 എന്ന് വന്നു, ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്? 8 മാറ്റ് വീവേഴ്സിന് രണ്ടാമത്തെ കേസിൽ M2 എന്താണ്? 8 M2 അല്ല, നമ്പർ ഓഫ് ഡേയ്സ് 8 എന്ന് എടുത്തു. M2 നമുക്ക് കണ്ടുപിടിക്കണം. എത്ര മാറ്റ് ഉണ്ടാക്കുന്നത്? 8. ഇതാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. സോ 8 ക്യാൻസൽ ആവും. ഈ 4 4 ക്യാൻസൽ ആവും. ആൻസർ 4 ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ. ഇത്തരം ക്വസ്റ്റ്യൻ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഈക്വൽ നമ്പറുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ 4 മാറ്റ് വീവേഴ്സ് ക്യാൻ വേവ് 4 മാറ്റ് ഇൻ 4 ഡേയ്സ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 സാധനവും ഒരു സൈഡിൽ വരുന്ന LHS അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈഡിൽ ഇക്വേഷൻ ഒരു ഭാഗത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 4 ഒന്ന് വർക്കല്ലേ, അപ്പോൾ അത് അടിയിലുണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് പോകും. 4ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അതേപോലെ രണ്ടാമത്തെ കേസിൽ സെയിം റേറ്റ് W2 8 തന്നിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് ഡേയ്സ് 8 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് 8 തൊട്ടും ക്യാൻസൽ ആവും നമുക്ക് മൈൻഡിൽ കാണാം. ഡയറക്റ്റ് ആയിട്ട് എന്ത് 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റിന് വായിച്ച പാടെ ആൻസർ 4 എത്താം. ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അതാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two person can complete a piece of work in 9 days. How many more persons are needed to complete double the work in 12 days? എന്താണ്? സെയിം സാധനം തന്നെയാണ്. എത്രയാണ്? 2 ആൾക്കാർക്ക് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ 9 ദിവസം ആവശ്യമാണ്. ഈക്വൽ ടു വർക്ക് നമ്മൾ 1 എന്ന് എടുത്തു. രണ്ടാമത്തെ കേസ് എന്താണ്? ഹൗ മെനി മോർ പേഴ്സൺസ് ഈ നീഡഡ്. അപ്പം നമുക്ക് തന്നിട്ടില്ല, M2 എന്ന് എടുത്തു. എത്രയാണ്? ഡേയ്സ് 12 ആണ്. എത്ര വർക്കായുള്ളത്? ഇതിനൊക്കെ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആണ് അല്ലേ, ഡബിൾ ദ വർക്ക് എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. ഞാൻ ക്യാൻസൽ ചെയ്തു. എന്താ ക്യാൻസൽ ചെയ്യുക? ഇവിടെ 2 6 വന്നു, 3 9 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 3 വരും. M2 ഈക്വൽ ടു എന്താണ്? 3 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ അതല്ല, അഡീഷണൽ ആയിട്ട് എത്ര ആൾക്കാരാണ്, ഹൗ മെനി മോർ പേഴ്സൺ ആർ നീഡഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 12 ഡേയ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ആൾക്കാരുണ്ട്, അതിനേക്കാൾ ഒരാൾക്കാർ എക്സ്ട്രാ വേണം. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആണ്. ആൻസർ 1 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് P men വർക്കിംഗ് P hours per day for P, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്താണ്? P men working P hours per day for P days produce P units of work. Then P എല്ലാം P ആണ്. Then units of work produced by N men working N hours a day N days. നേരത്തെ ഇക്വേഷൻ M1 D1 H1 divided by W1 എന്ന ഇക്വേഷൻ, അതെല്ലാം സെയിം വാല്യൂ ആണ്. LHS ഫസ്റ്റ് കേസിൽ എല്ലാം P ആണ്. അപ്പോൾ നമുക്കറിയാം ഒന്ന് W1 എപ്പോഴും താഴെയാണുള്ളത് അല്ലെ, W വർക്ക് താഴെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിയും ക്യാൻസൽ ആക്കാം അല്ലേ. ബാക്കി എന്ത് വരും? P² മാത്രമേ LHS വരുള്ളൂ. ഇനി RHS നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്തുന്ന? വർക്കാണ് കണ്ടെത്തുന്നത്. ബാക്കി 3 ടേം N ആണ് തന്നിട്ട്. N വർക്കേഴ്സ്, N ഡേ, N അവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര? N വരും, ഡിവൈഡ് ബൈ W ആണ് ചോദിച്ചത്. സിംപ്ലൈസ് W വിൽ ബി ഈക്വൽ ടു N³ ഡിവൈഡ് ബൈ P². പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, SSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പം നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് SSC CHSL CGL CPO MTS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ ടൈപ്പ് എടുത്തിട്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. AB undertook to do a piece of work in 4500 തന്നിട്ടുണ്ട്. A alone can do in 8 days and B alone can 12 days. With assistance of C they can finish it in 4 days. Then C's share of money is. എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് ടോട്ടൽ പൈസ തന്നിട്ടുണ്ട് അല്ലേ, എത്ര പൈസയാണ് നമുക്ക് അതിന് ചിലവാകുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര പൈസയാണ് നമുക്ക് കൊടുക്കേണ്ടത്, ABC കൊടുക്കേണ്ടുന്ന
ടോട്ടൽ എമൗണ്ട് എത്രയാണ് 4500 അല്ലെ 4500 ടോട്ടൽ വർക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ പൈസ ഡിവൈഡ് ചെയ്യാം? ഇപ്പം ഒരു ടോട്ടലായിട്ട് ഇപ്പം 2 ആൾക്കാരുണ്ട്, എയും ബി 2 ആൾക്കാർ, രണ്ടാൾക്കും കൂടി ഒരു 200 രൂപയാണ് ടോട്ടലായിട്ട് വർക്ക് ചെയ്യുന്നത് കൊടുത്തതെന്ന് വിചാരിക്കാം. ഞാൻ കൊടുക്കുന്നത് 200 രൂപയാണ് രണ്ടാൾക്കും കൂടി കൊടുക്കുന്നത്. എ ഒരു ദിവസം 2 ഫർണിച്ചർ ഉണ്ടാക്കുന്നു, ബി ഒരു ദിവസം 5 ഫർണിച്ചർ ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ ആർക്കാ കൂടുതൽ പൈസ കൊടുക്കുക? 5 ഫർണിച്ചർ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ, അല്ലേ? ഒരു ദിവസം 5 ഫർണിച്ചർ ഉണ്ടാക്കിയ ആളിനാണ് ഞാൻ കൂടുതൽ പൈസ കൊടുക്കുക. അപ്പോൾ ആ ഫർണിച്ചറിൻ്റെ എണ്ണം, ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ എണ്ണം, അതായത് എഫിഷ്യൻസീനെ ബേസ് ചെയ്തിട്ടാണ് ഈ പൈസ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫിഷ്യൻസി കണ്ടെത്തണം. ഈ എഫിഷ്യൻസി കണ്ടെത്തി കഴിഞ്ഞാൽ ആ റേഷ്യോനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടൽ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളെ പരിപാടിയോട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ചെയ്യാവുന്ന ABC-യുടെ എഫിഷ്യൻസി, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫിഷ്യൻസി കണ്ടെത്തണമെന്നാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയ്യാം. എന്താണ്? എ 12 ദിവസം കൊണ്ടാണ്, അത് എ 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നു, ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ABC കമ്പൈൻഡ് ആയിട്ട് 4 ദിവസം കൊണ്ട്, എയും ബിയും സിയും കമ്പൈൻഡ് ആയിട്ടാണ് 4 ദിവസം കൊണ്ട് ചെയ്യുന്നത്. 12, 8, 4 എഫിഷ്യൻസി എത്രയാണ്? 24 ആണ്. എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2, കമ്പൈൻഡ് ആയിട്ടുള്ള എഫിഷ്യൻസി 6 എന്ന് കിട്ടും, അല്ലെ? കമ്പൈൻഡ് എഫിഷ്യൻസി 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി കിട്ടി, ബിയുടെ എഫിഷ്യൻസി കിട്ടി. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? ABC 6 ആണ്, അല്ലേ? ABC ആണിത്, ABC ആണ് 6 എന്ന് പറയുന്നത്, ABC ആണ്. ഓക്കെ, ABC ആണ് 6. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 2 ABC നമുക്ക് AB കുറച്ച് കഴിഞ്ഞാൽ സിൻ്റെ എഫിഷ്യൻസി കിട്ടും. ABൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 + 2 5 ആണ്. സോ സിയുടെ എഫിഷ്യൻസി 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് 3ൻ്റെ എഫിഷ്യൻസി കിട്ടി. ഇതാണ് 3, 2, 1 ആണ്. 3, 2, 1. അങ്ങനെ ഈ റേഷ്യോയിലാണ് നമ്മൾ ഈ 4500 ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ റേഷ്യോയിലാണ് 4500 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 3 ടോട്ടൽ എത്രയാണ്? 6 ആണ്, അല്ലേ? 4500/6 ചെയ്ത് കഴിഞ്ഞാൽ 4500 ഡിവൈഡ് ബൈ എത്രയാണ്? സിൻ്റെ ഷെയർ 1/6 ആണ്, അല്ലേ? ടോട്ടൽ 6 ആണ്, അതിൽ ഒരു ഭാഗമാണ് ആർക്കുള്ളത്? സിക്കുള്ളത്. 1/6 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. എത്രയാണ് 1/6 എന്ന് പറയുമ്പം? ഡിവൈഡ് ചെയ്യുക. 1 7 30 5 750 ആണ് നമ്മുടെ റേറ്റ് എന്ന്. 750 ആണ് നമ്മുടെ പൈസ എന്ന് പറയുന്നത്. ഓക്കെ, 750 രൂപയാണ് ആരുടെ ഷെയർ? സിൻ്റെ ഷെയർ. എന്താ ചെയ്ത്? എഫിഷ്യൻസി കണ്ടെത്താം. എഫിഷ്യൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെയറിനെ, നമ്മുടെ പൈസേനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇതാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് 6 person വർക്കിംഗ് 8 hours per day can earn 8400 per week, then 9 person working 6 hours a day will earn per week. ഇവിടെ നമുക്ക് പൈസയുടെ കേസാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പോലെ ഡയറക്റ്റ് കാണുന്നില്ല. എന്ത് ചെയ്യണം? നമ്മൾ ആ ഇക്വേഷനിലേക്ക് പോകണം. ഏതാ ഇക്വേഷൻ എന്ന് പറയുന്നത്? M1 D1 H1 ഡിവൈഡ് ബൈ W1 ഇക്വേഷൻ അല്ലേ? അവിടെ നമ്മൾ ഡബ്ല്യുവിന് പകരം എന്ത് എടുക്കുന്നു? ഈ റേറ്റ് നമ്മൾ കൂടെ കൺസിഡർ ചെയ്യണം. എന്താണ്? M1 D1 H1 ഡിവൈഡ് ബൈ ഡബ്ല്യുവിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരേ വർക്കിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പൈസ കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്കിന് പകരം നമ്മുടെ റേറ്റ് എത്രയാണ്? പൈസ റേറ്റ് എന്ത് ചെയ്യുന്നു? അവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ M1 D1 H1 ഡിവൈഡ് ബൈ R1 = R1 എന്ന റേറ്റ്, M2 D2 H2 ഡിവൈഡ് ബൈ R2 എന്ന് കൊടുക്കും. വർക്കിന് പകരം എന്ത് ചെയ്യുന്നു? ആ റേറ്റ് കൺസിഡർ ചെയ്താൽ നമുക്ക് ആൻസറായി. എന്താണ്? നമുക്ക് നോക്കാം. 6 person, M1 6 person വർക്കിംഗ് 8 hours per day പിന്നെ വീക്കാണ്, പെർ വീക്കാണ്. നമുക്ക് ആക്ച്വലി പെർ വീക്കാണ്, ഇവിടെയും പെർ വീക്കാണ്. അപ്പോൾ നമുക്ക് 7 എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, 6 × 8 ഡിവൈഡ് ബൈ എത്രയാണ് റേറ്റ് എന്ന് പറയുന്നത്? 8400 ആണ്, അല്ലേ? 8400 ആണ്. ഈക്വൽ ടു എത്ര കിട്ടും? എത്ര ആൾക്കാരാണ്? 9 person. സെക്കൻഡ് കേസിൽ 9 person വർക്കിംഗ് 6 hours a day can earn x എന്ന് എടുത്തു. എത്രയാണെന്ന് റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കാം. 6ഉം 6ഉം ഡയറക്റ്റ് ക്യാൻസലായി, അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 8 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8 1 40ൽ 4ൽ 0 40ൽ 5 1050. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 1050 × 9 ആണ് എക്സ് എന്ന് പറയുന്നത്. 1050 × 9 നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് 10നെ കൊണ്ട് മതി. എത്ര കിട്ടും? 10500 കിട്ടും. 10500 എത്ര കുറക്കണം? നമ്മൾ 1050 കുറക്കണം. 10500 1000 കുറച്ചാൽ 9500 കിട്ടും. 9500 50 കുറച്ച് കഴിഞ്ഞാൽ 9450 എന്ന ആൻസറിലേക്ക് കിട്ടും. 9450 ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താ ചെയ്തിപ്പം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 1050 കുറച്ച് കഴിഞ്ഞാൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ കിട്ടുമല്ലോ, അതാണ് ചെയ്തത്. ഓക്കെ, 10500 1050 കുറച്ച് കഴിഞ്ഞാൽ 9450 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അത്രയും പൈസയാണ് ഈ 9 ആൾക്കാർ ഒരു ദിവസം 6 hours ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം പരിപാടി.
നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുക. എ ബി സി കംപ്ലീറ്റ് ദ വർക്കിംഗ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 1800 രൂപയാണ് ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എ ബി സി 3 പേരും വ്യത്യസ്ത ദിവസങ്ങളാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. എ 6 ദിവസം, ബി 4 ദിവസം, സി 9 ദിവസം. അതുപോലെ അവരുടെ ഡെയിലി വേജിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 5:6:4 എന്ന റേഷ്യോയിലാണ് അവർ ഡെയിലി വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്ക് 5 രൂപയാണെങ്കിൽ ഒരു ദിവസം, ബിക്ക് 6 രൂപ, സിക്ക് 4 രൂപ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ അവർക്ക് എത്രയാണ് പൈസ കിട്ടിയെന്ന് നോക്കാം. ഇപ്പം 5 രൂപ എന്ന് എടുത്തു കഴിഞ്ഞാൽ 6 ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് എക്ക് എത്ര കിട്ടി? 30 രൂപ കിട്ടി അല്ലേ. 6 × 5 30 രൂപ കിട്ടി. ബി 4 ദിവസം വർക്ക് ചെയ്തു, എത്രയാണ് ഒരു ദിവസം കിട്ടുന്നത്? 6 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 24 രൂപ കിട്ടി ബിക്ക്. സി 9 ദിവസം വർക്ക് ചെയ്തു, എത്രയാണ് ഒരു ദിവസം കിട്ടുന്നത്? 4 രൂപ. അങ്ങനെയാണ് 36 രൂപയാണ് സിക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ കിട്ടും? ടോട്ടൽ എത്ര കിട്ടുക? 30 + 24 + 36. ഇതാണ് ടോട്ടൽ 3 പേർക്കും കൂടി കിട്ടുന്ന രൂപ. നമ്മൾ ജസ്റ്റ് എന്താ 5, 6, 4 രൂപയായിട്ട് കൺസിഡർ ചെയ്തത്. അങ്ങനെ ടോട്ടൽ എത്ര രൂപയാണ്? 90 രൂപ. ഞാൻ 90 യൂണിറ്റ് എന്ന് എടുത്തു, കാരണം രൂപയല്ലല്ലോ, ആക്ച്വലി 5 രൂപ 6 രൂപയല്ലല്ലോ, അത്ര യൂണിറ്റ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു? 90 യൂണിറ്റാണ് ടോട്ടൽ അവർക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയും. അതെത്രയാണ് തന്നിട്ടുണ്ട്? 1800 ആണ് തന്നിട്ടുണ്ട്. 1800 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കാണാം. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണെന്ന് കാണാം. ഒരു യൂണിറ്റ് 20 ആണെന്ന് കിട്ടുക അല്ലേ. ഒരു യൂണിറ്റ് 20 ആണെന്ന് കിട്ടി. 90 യൂണിറ്റ് 1800 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 20. അങ്ങനെയാണെങ്കിൽ എക്ക് എത്രയാണ് ടോട്ടൽ കൊടുക്കേണ്ടത്? എക്ക് എത്രയാണ് ടോട്ടൽ? 30 യൂണിറ്റാണ് നമുക്ക് എക്ക് കൊടുക്കേണ്ടത് അല്ലേ. 30 യൂണിറ്റാണ് എക്ക് കൊടുക്കേണ്ടത്. ഒരു യൂണിറ്റ് എത്രയാണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ 30 × 20 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്ക് കിട്ടണം ടോട്ടൽ പൈസ എത്രയാണ്? 600 വരും. ഓക്കെ, അപ്പോൾ എക്ക് എത്ര കൊടുക്കേണ്ടത്? 600 എക്ക് കൊടുക്കണം. ഇനി ബിക്ക് കാണാൻ പറഞ്ഞാൽ എത്രയാണ് ടോട്ടലായിട്ട് യൂണിറ്റ്? 6 × 4 24 യൂണിറ്റാണ് ബിക്ക് ഉള്ളത്. അപ്പോൾ 24 × 20 ചെയ്ത് കഴിഞ്ഞാൽ ബിക്ക് കൊടുക്കേണ്ട പൈസ കിട്ടും 450 രൂപ. ഇനി സിക്ക് കാണാനുള്ള പറഞ്ഞാലോ 9 × 4 36 യൂണിറ്റാണ് സിക്ക് കൊടുക്കാനുള്ളത്. ആ 36 × 20 ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കിട്ടും? സിക്ക് കൊടുക്കേണ്ട പൈസ 720 രൂപ എന്നും കൂടെ കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു മെത്തേഡിലെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈപ്പ് 3 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.